ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്ക്. അപ്പോൾ ഞാൻ ഇന്ന് വന്നത് പെരുന്നാൾ സ്പെഷ്യലായിട്ട് നമുക്ക് റേഷൻ കിറ്റിൽ കിട്ടിയ ഗോതമ്പ് നുറുക്ക് കൊണ്ടുള്ളൊരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അതിനായിട്ട് ഞാൻ ആവശ്യത്തിനുള്ള ഗോതമ്പ് നുറുക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ അതിലോട്ട് തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലും എടുത്തിട്ടുണ്ട്. പിന്നെ ശർക്കര ഉരുക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, തേങ്ങാക്കൊത്ത് എന്നിവയൊക്കെ എടുത്തിട്ടുണ്ട്. ഗോതമ്പ് നുറുക്ക് വേവിച്ചെടുക്കാൻ ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്. ഗോതമ്പ് നുറുക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. ഇനി ഈ കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ്. ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ കുക്കറിലാണ് ഞാൻ പായസം ഉണ്ടാക്കുന്നത്. ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് ഞാൻ കുറച്ച് അരിപ്പൊടി എടുത്ത് വെള്ളത്തിൽ കലക്കി വെക്കുന്നുണ്ട്. ഇത് നമുക്ക് അതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ളതാണ് പായസത്തിലോട്ട്. നന്നായിട്ട് തന്നെ കലക്കി എടുത്തിട്ടുണ്ട്. ഇനി ശർക്കര വെള്ളം ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് നമ്മളെ ഗോതമ്പ് നുറുക്ക് ഇവിടെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അതിലോട്ട് ഞാൻ ശർക്കര വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് പശുമ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് പശുമ്പാൽ എടുത്തിട്ടുണ്ട്. എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. പാലും ഗോതമ്പും കൂടെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ഞാൻ ഇതിലോട്ട് തേങ്ങയുടെ 2-ാം പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. രണ്ടാം പാൽ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഒന്നും കൂടെ തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഇവിടെ തിളച്ച് വരുന്നുണ്ട്. നന്നായി തിളച്ച് വന്നാണ്. ഇനി നമുക്ക് ഇതിലോട്ട് തേങ്ങയുടെ 1-ാം പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1-ാം പാൽ ചേർത്തതിന് ശേഷം പിന്നെ തീ ഓഫാക്കുകയാണ്. ഞാൻ പിന്നെ തിളപ്പിച്ചെടുക്കുന്നില്ല. എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ നുറുക്ക് ഗോതമ്പ് പായസം ഇവിടെ ഏകദേശം റെഡിയായി. ഇനി ആവശ്യത്തിന് ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്കപ്പൊടി നമ്മളിവിടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ പൊടിയാണത്. ഈ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് തേങ്ങാക്കൊത്തൊന്ന് വറുത്തെടുക്കാൻ വേണ്ടി ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ആവശ്യത്തിന് നെയ്യ് ചേർത്തതിന് ശേഷം തേങ്ങാക്കൊത്ത് അതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. തേങ്ങാക്കൊത്ത് ഒന്ന് ഗോൾഡൻ കളറായി വന്നതിന് ശേഷം ഞാൻ ഇതിലോട്ട് അണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് എടുത്ത് വെച്ചാൽ മുന്തിരി കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇതെല്ലാം കൂടെ നമുക്ക് ഇത് പായസത്തിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മളെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഗോതമ്പ് നുറുക്ക് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ
അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്.